ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ഞങ്ങൾ ഈ വർഷം 2025 ഞങ്ങളൊരു ഇഫ്താർ കഴിക്കാൻ പോയതാണ്. വലിയ ഗ്രാൻഡായിട്ടുള്ള ഇഫ്താറൊന്നുമല്ല, പക്ഷേ നമ്മൾ ഒരു മലയാളി സ്റ്റൈൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എല്ലായിടത്തും ഭയങ്കര ബുക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി അത് ഉദ്ദേശിച്ച സമയത്ത് പോകാൻ പറ്റിയില്ല. പിന്നെ ഏതായാലും ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ പോയതാണ്. കുഴപ്പമില്ലാതെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഓക്കെ, അത്രയേ ഉള്ളായിരുന്നു. എന്തായാലും കുറേ സ്നാക്സ്, പിന്നെ അതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ. ഇങ്ങനെ ഇവരെ എങ്ങനെയാണ്, അതായത് മലയാളി ഫുഡ് എങ്ങനെയായിരിക്കും എന്നൊന്നറിയാൻ വേണ്ടി കഴിഞ്ഞ വർഷം നമ്മൾ ഐക്യ പോയായിരുന്നു, അത് നല്ലതായിരുന്നു. അപ്പോൾ ഈ വർഷം ഏതായാലും അത്രയ്ക്കൊന്നും പോകണ്ടെന്ന് വെച്ചു, എന്നാലും ജസ്റ്റ് എന്തെങ്കിലും ഒന്നാട്ടെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് പോയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. ആക്ച്വലി വീഡിയോ ഇച്ചിരി ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആക്ച്വലി നമ്മളൊരു 6:30 ഒക്കെ ആകുമ്പം 6:30ക്ക് മുമ്പേ അവിടെ എത്തണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സമയത്ത് കഴിക്കാനും തുടങ്ങാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു ഓർഡർ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്, അതായത് ആദ്യം ഡേറ്റ്സ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും അവിടെ ഇരുന്നൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നോൺ വെജ്, അതായത് ചിക്കന്, ഫിഷ്, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഓവറോൾ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ വലിയ ഇതൊന്നും പറയാനില്ല. പിന്നെ എല്ലാവരും വിശന്നിരിക്കുമ്പോൾ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. എന്തായാലും ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോയി. അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഇഫ്താർ ഇങ്ങനായിരുന്നു. പിന്നെ കാരണം ഇവിടെ ആ സമയത്ത് എല്ലാ ഹോട്ടലിലും വൈകിട്ട് ഇതുണ്ട്, പക്ഷേ അത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കൊന്ന് ഒരുപാട് പേരും വൈകിട്ട് ഇങ്ങനെ പോയെങ്കിൽ കഴിക്കുമെന്ന് തോന്നുന്നു. ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം എടുക്കണ്ടല്ലോ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ ഹോട്ടലിലും ബുക്ക്ഡായിരുന്നു. പിന്നെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ ഉണ്ട്, അവിടെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, കാരണം അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങോട്ടേക്കൊന്നും പോയില്ല, കാരണം നമുക്ക് അത്രയ്ക്കൊരു ആവശ്യമില്ലല്ലോ, ഇത്രയും കഴിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇത് കഴിക്കുന്നത്. പിന്നെ ആ സമയത്ത് ഭയങ്കര ഭംഗിയാണ് എല്ലായിടവും കാണാനും. ഹോട്ടലിലാണേലും അല്ലാതെ നമ്മളെവിടെ മോൾസിൽ പോയാലും എവിടെ ചെന്നാലും നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റേറിയനും ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിരുന്ന് കഴിക്കാം, ആവശ്യത്തിന് കഴിക്കാം. അൺലിമിറ്റഡ് ആണ്, ബുഫേ ആണ്. അപ്പം ഇതേപോലെ വേറെ ആരെങ്കിലും ഇങ്ങനെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ സഹായത്തോടെ മാത്രമേ എൻ്റെ ഈ ചാനൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു, ബൈ.